അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, സൂറ അൽ ജാസിയ 24 മുതലുള്ള സൂക്തങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തൊട്ടുമുമ്പുള്ള സൂക്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെയും അധർമ്മികളെയും അള്ളാഹു ഒരുപോലെ ഒരിക്കലും പരിഗണിക്കില്ല. അവരുടെ ജീവിതാവസ്ഥയും മരണാനന്തരവും ഒരിക്കലും ഒരുപോലെയാവില്ല. ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ച റബ്ബ് അതിന് കൃത്യമായ ചില ഉദ്ദേശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ പ്രയോജനപ്പെടുന്ന എങ്ങനെയെന്ന് റബ്ബ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഓരോ മനുഷ്യരും ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. ഒരു അനീതിയും അവിടെ സംഭവിക്കുകയില്ല. തുടർന്ന് സ്വേച്ഛയെ ഇലാഹാക്കിയ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക് പിറകെ ജീവിച്ച മനുഷ്യൻ, അവൻ സ്വയം വഴികേട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾക്ക്, കാതുകൾക്ക്, കേൾവികൾക്കെല്ലാം അള്ളാഹു മുദ്ര വെച്ചു മൂടിയിട്ടിട്ടുണ്ട്. സന്മാർഗം വന്നതിന് ശേഷവും ദുർമാർഗം സ്വയം തിരഞ്ഞെടുത്തത് അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഇച്ഛയെ ഇലാഹാക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ച ചില അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. മഹാനായ ഇബ്നു ജരീർ പറയുന്നുണ്ട്, അവൻ തൻ്റെ ജഡികേച്ഛയെ ആരാധ്യനായി സ്വീകരിച്ചു. മനസ്സ് അഭിലഷിക്കുന്നതൊക്കെ ചെയ്തു. അള്ളാഹു നിരോധിച്ചതിനെ നിഷിദ്ധമാക്കിയില്ല. അവൻ അനുവദിച്ചതിനെ അവൻ അനുവദനീയമാക്കിയതുമില്ല. മഹാനായ അബൂബക്കർ ജസ്വാസ് വ്യാഖ്യാനിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ജഡികേച്ഛയെ അനുസരിച്ചു. ദമസ്ഖരി വിശദീകരിക്കുന്നത്, ജഡികേച്ഛയുടെ തികഞ്ഞ ആജ്ഞാനുവർത്തിയാണ് ആ മനുഷ്യൻ. മനസ്സ് വിളിക്കുന്ന എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം അവൻ പോകുന്നു. ഒരാൾ തൻ്റെ ദൈവത്തിന് അടിമപ്പെടുന്നത് പോലെ അവൻ അവൻ്റെ മനസ്സിന് അടിമപ്പെടുന്നു. 24 സൂക്തം മുതൽ പരലോകത്തെ നിഷേധിക്കുന്നവർ ഉന്നയിക്കുന്ന ചില പ്രധാന വാദങ്ങളാണ് പറയുന്നത്. വഖാലു, ജനം പറയുന്നു, മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ നമൂത്തു വനഹ്യ. മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ, നമ്മൾ ഈ ഐഹിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവും നമുക്കില്ല തന്നെ. നമൂത്തു വനഹ്യ, നമ്മുടെ മരണവും ജീവിതവും ഇവിടെ തന്നെയാണ്. വമാ യുഹ്ലികുന ഇല്ല ദഹർ, നമ്മെ നശിപ്പിക്കുന്നില്ല. ഇല്ല ദഹർ, കാലമല്ലാതെ. ദഹർ എന്നാൽ കാലം, കാലചക്രമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല. ഒമാലഹും ബിദാലിക്ക, അതിന് അഥവാ മരണാനന്തരാവസ്ഥയെക്കുറിച്ച് അവർക്കില്ല. മിൻ ഇൽമിൻ, ഒരു വിവരവും വാസ്തവത്തിൽ അവർക്കില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. വൈദാ തുത്ല അലൈഹിം ആയാത്തുന ബയ്യിനാത്തിൻ, നമ്മുടെ വ്യക്തമായ സൂക്തങ്ങൾ അവരുടെ മേൽ ഓതിക്കേൾപ്പിച്ചാൽ മാ കാന ഹുജ്ജത്തും ഇല്ല അൻകാലു, അവരുടെ ന്യായം അവർ പറഞ്ഞതല്ലാതെ ആയിട്ടില്ല. അവരെന്താ പറയുന്നത്? ഊതു ബി ആബായിന ഇൻ കുൻതും സ്വാദിഖീൻ, ഞങ്ങളുടെ പിതാക്കളെ ഒന്നിങ്ങ് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ. യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ കേവലം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആമുഖത്തിൽ നമ്മളത് പറഞ്ഞതാണ്. അക്കമിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നു. ഒന്നാമത്തേത്, വ്യക്തമായൊരു അറിവും വെച്ചുകൊണ്ടല്ല നിങ്ങൾ പരലോകത്ത് നിഷേധിക്കുന്നത്. കാലചക്രമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു നാശം സംഭവിച്ചാൽ പിന്നീടൊരു ജീവിതവുമില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേവലം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. രണ്ടാമത്തെ, മരിച്ചുപോയവരായും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ടില്ല എന്നത് മാത്രമാണല്ലോ നിങ്ങളുടെ വാദത്തിനുള്ള ഏറ്റവും മികച്ച ആധാരം. എന്നാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് വാദിക്കുന്നതിന് ഈയൊരു ഊഹം മാത്രം മതിയോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അറിവ്? മൂന്നാമത്തെ കാര്യം, പരലോക ജീവിതം യാഥാർത്ഥ്യമാകണം എന്നതിൻ്റെ അടിസ്ഥാനം നല്ലവനും ദുഷിച്ചവനും ഒരേപോലെ ജീവിതത്തിൽ അന്ത്യം സംഭവിക്കുക, മരണാനന്തരം അവർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കാതിരിക്കുക. ദൈവത്തിന് മുമ്പിൽ എത്രമാത്രം അനീതിയാണത്. നാലാമത്തെ കാര്യം, പരലോകമില്ല എന്ന ബോധം. ദുനിയാവ്, ഇഹലോകം മാത്രമാണ് മനുഷ്യൻ്റെ മുമ്പിൽ ജീവിതം. ഈ ഒരു ബോധം മനുഷ്യനെ
ഏറ്റവും വലിയ ധാർമ്മിക ച്യുതിയിലേക്ക് നയിക്കും. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, കാണാം, ആസ്വദിക്കാം, പ്രവർത്തിക്കാം, അന്യനെ ആക്രമിക്കാം, ചൂഷണം ചെയ്യാം. ഈ ഒരു സങ്കല്പത്തിലേക്ക് മനുഷ്യൻ വഴിമാറുകയും ചെയ്യുമെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു പിന്നീട് പറയുന്നതാണ് ഇനിയുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ സ്വയം ചിന്തിക്കുന്നവരാകാതെ അള്ളാഹു ജീവിപ്പിച്ചതിനാൽ മാത്രം ജീവനുള്ളവരായി നിങ്ങൾ സ്വയം മരിക്കുകയല്ല. അള്ളാഹുവാണ് നിങ്ങളുടെ മരണം നിശ്ചയിച്ചത്. ആ അള്ളാഹു തന്നെ ഒരിക്കൽ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. നിങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരെയായി പുനരുജ്ജീവിപ്പിക്കാം എന്ന് അള്ളാഹു എവിടെയും പ്രവാചകന്മാരിലൂടെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടില്ലല്ലോ. എല്ലാവരെയും അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. അവിടെ വിചാരണയുണ്ട്. അവിടെ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അവന് പ്രതിഫലം നൽകപ്പെടും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതിങ്ങനെ വ്യക്തമാക്കുന്നു. ഖുൽ, അവരോട് പറയുക, അല്ലാഹു യുഹീക്കും സുമ്മ യുമീത്തുക്കും സുമ്മ നജ്മഉക്കും ഇലാ യൗമിൽ ഖിയാമ ലാ റൈബ ഫീഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ജീവിതമേകുന്നത്, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. അത് സംഭവിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട, പക്ഷെ അധിക ജനങ്ങളും അറിയുന്നില്ല. വലില്ലാഹി മുൽക്കുസ്സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യം അള്ളാഹുവിനാണ്. യൗമ തഖൂമുസ്സാഅത്തു യൗമൈദിൻ യഖ്സറുൽ മുബ്തിലൂൻ, പുനരുദ്ധാന നിമിഷം നിലവിൽ വരുന്ന നാൾ, അന്ന് അസത്യവാദികൾ മഹാനഷ്ടത്തിലായിരിക്കും. ബാത്തുലെന്നാൽ വ്യർത്ഥമായത് എന്നാണ്. ഈ സത്യത്തെ വ്യർത്ഥമെന്ന് തള്ളിക്കളയുന്ന ആളുകൾ, അവർ മഹാനഷ്ടത്തിലായിരിക്കും അന്ത്യനാളിൽ. ആകാശഭൂമികളെ കൃത്യമായ വ്യവസ്ഥയിൽ സംവിധാനിച്ച റബ്ബ്, ആ റബ്ബ് മുഴുവൻ സംവിധാനങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് അവിടെ വിചാരണയുണ്ട്, പ്രതിഫലമുണ്ട്. കാലചക്രത്തിൽ നശിച്ചു പോകുന്നതല്ല മനുഷ്യജീവിതം, അത് അള്ളാഹു തീരുമാനിച്ചതാണ്. അള്ളാഹു തീരുമാനിക്കുന്ന ഒരു നാൾ മനുഷ്യനെ അവർ ഒരുമിച്ച് കൂട്ടും. ശേഷം പരലോകത്തെ വിചാരണയുടെ അവസ്ഥ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നു. 28-ാം സൂക്തം ശ്രദ്ധിക്കുക. വതറ കുല്ല ഉമ്മത്തിൻ ജാസിയ, അന്നേരം ഓരോ സമുദായവും മുട്ടുകുത്തിയതായി നിനക്ക് കാണാം. ജാസിയ എന്നാൽ മുട്ടുകുത്തുക എന്നാണല്ലോ അർത്ഥം. നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, ഓരോ ജനവും എത്ര വലിയ കെങ്കേമന്മാരാണെങ്കിലും അഹന്തയൊക്കെ അന്ന് ചോർന്നു പോകും. എല്ലാവരും ഒരു സാധുവിനെ പോലെ അങ്ങേയറ്റം വിവശരായി മുട്ടുകുത്തി വീഴുകയും ചെയ്യും. അവർ അങ്ങേയറ്റം നിസ്സാരന്മാരായി അന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തുദ്ആ ഇലാ കിതാബിഹ അൽ-യൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. തുദ്ആ വിളിക്കപ്പെടും, ഇലാ കിതാബിയ അവയുടെ സ്വന്തം കർമ്മപുസ്തകങ്ങളിലേക്ക്, അൽ-യൗമ തുജ്സൗന ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന വിളംബരമുണ്ടാകും. മാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനൊക്കെയും. ഹാദാ കിതാബുന ഇതാ നമ്മുടെ സൂക്ഷിച്ചു വെച്ച കർമ്മപുസ്തകം. യന്തിക്കു അലൈക്കും ബിൽ ഹക്ക് അത് നിങ്ങളോട് സത്യം സംസാരിക്കും. നിങ്ങളുടെ കർമ്മങ്ങളുടെ യാഥാർത്ഥ്യം സത്യസന്ധമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്നാ കുന്ന നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ഇസ്തൻസഖ അഥവാ കൃത്യമായി തീർച്ചയായും പകർത്തിയിട്ടുണ്ടായിരുന്നു. മാ കുൻതും തഅമലൂൻ നിങ്ങൾ ചെയ്തിരുന്നതൊക്കെയും. ഫമല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എന്നാൽ സത്യവും ധർമ്മവും അംഗീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, വിശ്വാസികളായ ആളുകൾ. ഫയുദ്ഖിലുഹും റബ്ബുഹും ഫീ റഹ്മതിഹി അവരെ അവരുടെ രക്ഷിതാവ് യഥാർത്ഥ കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ദാലിക ഹുവൽ ഫൗസുൽ മുബീൻ അതുതന്നെയാവുന്നു ഏറ്റവും തെളിഞ്ഞ വിജയം. 30-ാം സൂക്തത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന മഹത്തായ വിജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ, അവർ മുട്ടുകുത്തിയതായിട്ട്, ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അംഗീകരിച്ചു, ഇനി ഒന്നുമില്ല, തലയും താഴ്ത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ കൈവശം അവരുടെ ഓരോരുത്തരുടെയും ഗ്രന്ഥം നൽകപ്പെടും. വിശുദ്ധ ഖുർആനിൽ ധാരാളം അധ്യായങ്ങളിൽ മനുഷ്യന് ഗ്രന്ഥം നൽകപ്പെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വലത് കൈയിൽ സന്തോഷത്തോടെ മുൻഭാഗത്തുകൂടെ, ചില ആളുകൾക്ക് പിറകുവശത്തുകൂടെ അങ്ങേയറ്റം വിഭ്രാന്തിയോടെ ഇടതുഭാഗത്ത് പിൻവശത്തിലൂടെ ഗ്രന്ഥം നൽകപ്പെടുന്നതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്.
ഇതാ നിങ്ങളുടെ ഗ്രന്ഥം നിങ്ങളോട് സംസാരിക്കും. സൂറത്തുൽ കഹഫിൽ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. അതാ ഇതെന്തൊരു ഗ്രന്ഥം, എൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു കർമ്മങ്ങളും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ. ഇന്നാ കുന്നാ നസ്തൻസിഹു, എല്ലാം പകർത്തിയിട്ടുണ്ട്. അവൻ ചെയ്തതെല്ലാം, അവൻ്റെ ചിന്തകൾ പോലും അതിൽ പകർത്തി വെച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പേന കൊണ്ട് കടലാസിൽ എഴുതിക്കുക മാത്രമല്ല, എഴുതിക്കുന്നതിനുണ്ടാവുന്ന രൂപം, മാനുഷിക ശബ്ദങ്ങളും കർമ്മങ്ങളും സൂക്ഷിച്ചു വെക്കാനും അതേപടി പുനരാവിഷ്കരിക്കാനും വേറെയും പല മാർഗങ്ങൾ മനുഷ്യർ തന്നെ ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദ് അബുൽ മധൂദ് സാഹിബിൻ്റെ ഈ വിശദീകരണം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. പേന കൊണ്ട് കടലാസിൽ എഴുതിക്കുക മാത്രമല്ല, അങ്ങനെ ഉണ്ടാകുന്ന രൂപം അഥവാ മനുഷ്യൻ്റെ ശബ്ദങ്ങളും കർമ്മങ്ങളും സൂക്ഷിച്ചു വെക്കാനും അതേപടി പുനരാവിഷ്കരിക്കാനും വേറെയും പല മാർഗങ്ങളും മനുഷ്യൻ തന്നെ ഈ ലോകത്ത് കണ്ടെത്തിക്കഴിഞ്ഞു. ഇനിയും മനുഷ്യൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ലാത്ത എത്രയെത്ര സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നുവെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. മനുഷ്യൻ്റെ ഓരോരോ വാക്കും അനക്കവും അടക്കവും അവൻ്റെ ഇച്ഛകളിലും ഉദ്ദേശങ്ങളിലും അഭിലാഷങ്ങളിലും വിചാരങ്ങളിലും ഏറ്റവും രഹസ്യമായതിനെ പോലും അള്ളാഹു ഏതെല്ലാം രീതിയിൽ സ്ഥിരമായി സൂക്ഷിച്ചു വെക്കുന്നു എന്ന് ആർക്കറിയാം? ഓരോ മനുഷ്യൻ്റെയും ഓരോ വിഭാഗത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കർമ്മരേഖകൾ തയ്യാറാക്കി ഒരേറ്റക്കുറവുമില്ലാതെ അവൻ ഓരോരുത്തരുടെയും മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏതു വിധമായിരിക്കുമെന്നും ആർക്കും പറയാനാവില്ല. CCTVകളും ചിപ്പുകളുമൊക്കെ ഏറ്റവും സുലഭമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ലോകത്ത് മനുഷ്യൻ്റെ കർമ്മങ്ങളും ചലനങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നുവെന്ന് നമ്മുടെ മുമ്പിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഓരോ മനുഷ്യരും ചെയ്ത കർമ്മങ്ങൾ സസൂക്ഷ്മം നാളെ പരലോകത്ത് പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ നോട്ടവും ചിന്തയും സംസാരങ്ങളും കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളുമെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടും. അധർമ്മകാരികളായ ആളുകൾ എന്തൊന്നിൻ്റെ അടിസ്ഥാനത്തിലാണോ അവർ പരലോകത്ത് നിഷേധിച്ചത്, അള്ളാഹുവിനെ ധിക്കരിച്ചത്, അള്ളാഹുവിന് പങ്കാളികളെ ചേർത്തത്, പ്രവാചകന്മാരെ കളവാക്കിയത് എന്നെല്ലാം അവിടെ പരസ്യമായി ബോധ്യപ്പെടുത്തും. തുടർന്ന് അള്ളാഹു പറയുന്നതാണല്ലോ 30-ാം സൂക്തത്തിൽ, ഫമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫയദ്ഖുലുഹും റബ്ബുഹും ഫി റഹ്മതിഹി ദാലിക വൽ ഫൗസുൽ മുബീൻ. വിശ്വാസികളായ ആളുകൾ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ, റബ്ബ് അവൻ്റെ കാരുണ്യത്തിൽ അവരെ പ്രവേശിപ്പിക്കും. അതാണ് സ്പഷ്ടമായ വിജയം. ആ ഒരു വിജയത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള പോംവഴി. ഇച്ഛകൾ അനുസരിക്കാതിരിക്കുക, ഇച്ഛകൾക്ക് മേൽ ദൈവേച്ഛകൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമ്പോഴാണ് ഇരുലോകത്തും നമുക്ക് യഥാർത്ഥ നേട്ടം കൈവരിക്കാൻ കഴിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.